നമ്മൾ ഒരുപാട് കേസുകളെ കുറിച്ചിട്ട് നമ്മൾ ന്യൂസുകളിലും മറ്റൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. ഒരു പ്രതി, ഓക്കെ, തെറ്റ് ചെയ്ത ഒരു പ്രതി, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് 100% ബോധ്യമുള്ള ഒരു വക്കീൽ അയാൾക്ക് വേണ്ടി കോടതിയിൽ പോയി വാദിക്കണം. കള്ള തെളിവുകൾ, കള്ള സാക്ഷിമൊഴികൾ ഇതൊക്കെ ഹാജരാക്കിയിട്ട് അയാളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ കോടതിയിൽ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവരാം, അല്ല കേസിൽ നിന്ന് ഊരി കൊണ്ടുവരാം. ഇങ്ങനെ ചെയ്യുന്ന വക്കീലന്മാർക്കെതിരെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? കാരണം വക്കീൽ കോടതിനെ തെറ്റിദ്ധരിപ്പിക്കില്ലേ ചെയ്യണത്, അല്ലേ? കോടതിനെ പറ്റിച്ചിട്ട് ഒരു കുറ്റവാളിനെ ഇറക്കി കൊണ്ടുവരാം. ഞാൻ ഇതിനെക്കുറിച്ച് മുന്നൊരു വക്കീലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് അവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല വാദിക്കുക, എന്തുകൊണ്ട് ചെയ്തു, ഓക്കെ, ഇങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ട് ചെയ്തു, അങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് ചെയ്തു, അതിന് ഇന്ന ഇളവുകളുണ്ട്, അതുണ്ട് ഇതുണ്ട് പറഞ്ഞിട്ട് ഈ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൂടെ ഇറക്കിക്കൊണ്ടുവരാനാണ് നോക്കുക, അല്ലെങ്കിൽ കുറ്റം കുറക്കാനാണ് നോക്കുക, ശിക്ഷ കുറക്കാനാണ് നോക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി പാലത്തായി ഒരു പീഡന കേസൊക്കെ, അതൊക്കെ ഒരുപാട് അട്ടിമറിക്കാൻ ശ്രമിച്ച് ആ സംഭവം നടന്ന ദിവസം സ്കൂളിൽ അധ്യാപകൻ ലീവാന്നൊക്കെ വരുത്തി, അതൊക്കെ ഒരു വക്കീലിൻ്റെ അഡ്വൈസിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കുമല്ലോ അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന വക്കീലന്മാർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ നമ്മുടെ നാട്ടിലൊരു ഇതുമില്ലേ? ഇപ്പോൾ പണ്ട് ഇതുപോലെ സൗമ്യ വധക്കേസിലൊക്കെ നമ്മൾ കണ്ടു, ആളൂരിനെ പോലത്തെ വക്കീലന്മാരൊക്കെ വന്നിട്ട് അവർക്കുള്ള ശിക്ഷൻ്റെ ഓരോന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കനം കുറക്കുക. അത് പിന്നെ നമുക്ക് ഓക്കെ എന്ന് വെക്കാം, കനം കുറക്കുക, അതിന് നമ്മുടെ നിയമം അങ്ങനെയാണ്. ഓക്കെ, തെറ്റ് ചെയ്തവർക്കും അവർക്ക് ഭാഗം ന്യായീകരിക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ തെറ്റ് ചെയ്തു എന്ന് 100% ഉറപ്പുണ്ടായിട്ട് അത് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന വക്കീലന്മാരെ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള വക്കീലന്മാരുള്ള ധൈര്യത്തിലാണല്ലോ ഓരോരുത്തർ പലരും തെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ എല്ലാ തെറ്റിനും ശിക്ഷയുണ്ട് അല്ലേ? എല്ലാ തെറ്റിനും നമ്മുടെ നാട്ടിൽ യഥാർത്ഥ കറക്റ്റ് കണ്ണിങ്ങായിട്ട് ശിക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷേ കോടതി ഇത് പ്രൊസീജിയേഴ്സ് അതൊക്കെ കഴിഞ്ഞ് വിധിക്ക് എത്താൻ കുറേ സമയം എടുക്കുന്നുണ്ട്. പിന്നെ പലരും സെറ്റിൽമെൻറ്റ്, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റൊക്കെ ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഗൾഫിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഗൾഫിലൊക്കെ ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ ആ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്ക് ശിക്ഷ കൊടുക്കുക. ഇപ്പോൾ ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഒരു പീഡനമാണെങ്കിൽ ഒരു മിക്ക ഗൾഫ് രാജ്യങ്ങളിലും മരണശിക്ഷയാണ് കൊടുക്കുക. അയാൾ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പായാൽ പിന്നെ അയാൾ എന്ത് സാഹചര്യമാണോ അതൊന്നുമില്ല, തെറ്റ് ചെയ്തു എന്ന് ഉറപ്പായാൽ ശിക്ഷിക്കുക. ഓക്കെ, അപ്പോൾ അതിലാണ് ഇപ്പോൾ ലാസ്റ്റ് ദിലീപിൻ്റെ ഇപ്പോഴത്തെ ഒരു റീസെൻ്റ്ലി ഇഷ്യൂ ഉണ്ടല്ലോ, നടിനെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന. അതിൽ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ ശരിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഗൂഢാലോചന ചെയ്തത് തെറ്റാണ്. ഓക്കെ, ഗൂഢാലോചന കണ്ടുപിടിക്കണം, ഗൂഢാലോചന ചെയ്യുന്നവർ ശിക്ഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ